എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് LPSA നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ സാധിക്കുക, എന്താണ് അതിന് വേണ്ട യോഗ്യത, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. LPSA തസ്തിക മാറ്റം വഴിയുള്ള, അതായത് നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന, സർവീസിൽ ഇരിക്കുന്ന 5 വർഷം പൂർത്തിയായിട്ടുള്ള ആളുകൾക്കാണ്. അതായത് ടൈപ്പിസ്റ്റ് ആയിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ടൈപ്പിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടോ ക്ലർക്കായിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള തസ്തിക മാറ്റം വഴിയുള്ള LPSAയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് സാധാരണഗതിയിൽ നമ്മളിൽ വന്നിട്ടുള്ള LPUP ജനറൽ നോട്ടിഫിക്കേഷൻ അല്ല. ഇത് എന്ത് നോട്ടിഫിക്കേഷനാണ്? തസ്തിക മാറ്റം വഴി അപേക്ഷിക്കാൻ സാധിക്കുന്ന, നിലവിൽ സർക്കാർ ജോലിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക്, ടൈപ്പിസ്റ്റ് ആയിട്ടും ഓഫീസ് അറ്റൻഡന്റോ ക്ലർക്കോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് TTCയോ അല്ലെങ്കിൽ അതായത് TTC കംപ്ലീറ്റ് ആയിട്ട് TTC DLED അങ്ങനെയുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ അതിന് വേണ്ട സാധാ LPSAക്ക് പറയുന്ന നോട്ടിഫിക്കേഷനിൽ വരുന്ന ആ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ TTC കംപ്ലീറ്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ktet നമ്മൾ കാറ്റഗറി 1 or 2 നേടിയിരിക്കണം. അപ്പോൾ LPSAക്കുള്ളതാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 706/2022 706/2022 ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിലവിൽ തസ്തികയിൽ, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ എന്ന് വെച്ചാൽ സർക്കാർ ജോലിയിൽ നിലവിലുള്ള ആളുകൾ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇനി ഇപ്പം നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഇത് ഒരുപാട് ആളുകൾക്കൊന്നും, അതായത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, വലിയൊരു ചാൻസ് ആണോ എന്നുള്ള ആ ഒരു തോട്ടൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. അതായത് വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും നിലവിൽ ഈ ജോലിയിലൊക്കെ ഇരുന്നിട്ട് TTC കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആളുകളായിരിക്കും. അതായത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ നിലവിൽ എന്തുണ്ടാവുള്ളൂ, ഈ ഒരു യോഗ്യത TTCയും ktetഉം ഒക്കെ ഉള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നിലവിൽ സർക്കാർ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു അവസരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവസരമാണ്. കാരണം ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊന്നും എന്തുണ്ടാവണം എന്നില്ല, ഈ TTC എന്ന് പറയുന്ന ആ ഒരു യോഗ്യത ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലെ. അപ്പോൾ നിലവിൽ വലിയൊരു ഒഴിവാണോ എന്ന് ചോദിച്ചാൽ സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് തന്നെയാണ്? വലിയൊരു ഒഴിവ് തന്നെയാണ് അല്ലെ. അപ്പോൾ ഓരോ ഇതിലും എത്രയാണ് ഒഴിവുകൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള, നിങ്ങളിപ്പോൾ ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നതിൽ നിന്ന് എത്രയോ വലുതാണ് അല്ലെ. അപ്പോൾ അതിന്റെ സാലറി സ്കെയിൽ, നോർമൽ LPSAയുടെ സാലറി സ്കെയിൽ എത്രയാണെന്ന് നമുക്കറിയാം, 35,600 to 75,400 അല്ലെ. അപ്പൊ ഈ ഒരു കാറ്റഗറി, അതായത് ഈ ഒരു സാലറി സ്കെയിൽ തന്നെയാണ് അതിനുണ്ടാവുക. ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ktet എക്സാം. കഴിഞ്ഞ ktet എക്സാമിൽ 450-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന ktet എക്സാമുകൾക്ക് വേണ്ടി ഇതാ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പൊ ഇനി ജില്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 9 ഒഴിവുകളാണുള്ളത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ എത്ര ഒഴിവുകളാണുള്ളത്? 9. കൊല്ലം ജില്ലയിൽ 11 ഒഴിവുകളാണുള്ളത്. പത്തനംതിട്ട 7 ഒഴിവുകളാണുള്ളത്. ആലപ്പുഴ 2, ഇടുക്കി 3, എറണാകുളം 2, തൃശൂർ 4, പാലക്കാട് 6, മലപ്പുറം 3, വയനാട് 1, കണ്ണൂർ 5, കാസർഗോഡ് 6.
അപ്പോൾ ഇങ്ങനെയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഉള്ള ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിപ്പോൾ കുറേ നാളായിട്ട് വർക്ക് ചെയ്യാണ്, പഠിക്കുക, അതായത് ആ ഒരു ട്രാക്കിലല്ല നമ്മൾ ഉള്ളത്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിലവിലുള്ള നിങ്ങളുടെ ഈ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൊമോഷൻ എന്നുള്ളത് വലിയൊരു സ്വപ്നം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ LPSA എന്ന് പറയുന്ന സ്കൂൾ ടീച്ചറായിട്ട് നിലവിലുള്ള ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് മാറാനുള്ള വലിയൊരു അവസരം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് അത്ര പേര് പ്രിപ്പയർ ഉണ്ടാവും അല്ലെങ്കിൽ അത്രയും ആളുകൾ അപേക്ഷിക്കും ഇല്ല. നിങ്ങളുടെ നിലവിൽ ജോലിയുള്ള ഈ യോഗ്യതയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു ജോലിക്കായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഇത് വലിയൊരു അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കറിയാം സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അതായത് പഴയ സിലബസ് അല്ല, കഴിഞ്ഞ LPUP എക്സാമിന് ഉണ്ടായിരുന്ന 2019 നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ആ ഒരു സിലബസ് അല്ല നമ്മളുടെ ഇന്ന് നമുക്കുള്ളത് അല്ലെ. പുതിയ സിലബസ് ഇറക്കിയിട്ടുണ്ട്, അത് പ്രകാരം കുറെ എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സിലബസിൽ മാറിയിട്ടുള്ള ഈ ഒരു പുതിയ സിലബസ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അപ്പോൾ ഈ മാറിയിട്ടുള്ള പുതിയ സിലബസ് അധിഷ്ഠിതമായിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള, നിങ്ങളൊക്കെ വർക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് എപ്പോഴാണോ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ് ഉണ്ടാവും. OMR എക്സാമുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, ഇങ്ങനെ നിരവധി എക്സാമുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഈ ഒരു കോഴ്സിന്റെ ഉടനീളം നിങ്ങൾക്കൊരു മെന്റർ, ഒരു പേഴ്സണൽ മെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ പുതിയ രീതിയിൽ, അതായത് PSC എങ്ങനെയാണോ ഇപ്പം നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കറണ്ട് ആയിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം SCERT പാഠപുസ്തകങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെ വായിച്ച് നോട്ട്സ് എഴുതി ഉണ്ടാക്കി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, കഴിഞ്ഞ LPUP എക്സാമിൽ 250-ലധികം കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ ktetന്റെ എക്സാം എടുക്കുകയാണെങ്കിലും 450-ലധികം കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് അധ്യാപക തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകളിൽ മികച്ച പരിശീലനം നൽകി വരുന്ന ഒരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ ചേർന്ന് പഠിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ആ സ്ഥാപനത്തിന്റെ വിജയം നോക്കുക, ആ സ്ഥാപനത്തിൽ നിന്നുള്ള കോഴ്സുകൾ നോക്കുക, എല്ലാം നോക്കി തന്നെ വേണം ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വലിയൊരു അവസരം തന്നെയാണ്. നിലവിൽ സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവർക്ക് വന്നു എന്നുള്ളത് ആലോചിച്ചിരിക്കേണ്ട. നമ്മളുടെ LPUP ജനറൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ വരും. അപ്പോൾ ബാക്കിയുള്ളവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങിക്കോളുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്